റിയാക്ട് ജേസ് ഒക്കെ പഠിച്ചു തുടങ്ങിയവർക്കറിയാം EXF6ന്റെ ഇമ്പോർട്ടൻസ് അല്ലേ. ജാവാസ്ക്രിപ്റ്റിലേക്ക് പവർഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സും എൻഹാൻസ്മെന്റും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആരോ ഫംഗ്ഷൻസ്, ലെറ്റ് ആൻഡ് കോൺസ്റ്റ്, സ്പ്രെഡ് ആൻഡ് റെസ്റ്റ് ഓപ്പറേറ്റേഴ്സ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡീസ്ട്രക്ചറിങ് അസൈൻമെന്റ് ആണ്. ഡീസ്ട്രക്ചറിങ് അസൈൻമെന്റ് എന്ന് വെച്ചാലും നമ്മുടെ അറേസിലെ എലമെന്റ്സ് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഒബ്ജക്ട്സിലെ പ്രോപ്പർട്ടീസ്, ഇതിനെ എക്സ്ട്രാക്ട് ചെയ്ത് ഓരോ എലമെന്റിനെയും ഓരോ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതും ഒരു കൺസൈസ് ആയിട്ടുള്ള സിൻടാക്സിൽ. ഇവിടെ ഒരു നമ്പർ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 1 2 3 ആണ് എലമെന്റ്സ്. എന്നിട്ട് ഞാൻ ഡീസ്ട്രക്ചറിങ് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് സെക്കൻഡ് ഈ വേരിയബിളിലേക്ക് ഇതിന്റെ ആദ്യത്തെ 2 എലമെന്റിനെ അസൈൻ ചെയ്യുവാണ്. ഫസ്റ്റ് ഹോൾഡ് ചെയ്യുന്നത് 1ഉം സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നത് 2 ആയിരിക്കും വാല്യൂ. ജസ്റ്റ് ഒന്ന് console.log ചെയ്യാം. റിസൾട്ട് കണ്ടില്ലേ 1ഉം 2ഉം. അപ്പൊ റിയാക്ടിന്റെ ട്യൂട്ടോറിയൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.